തന്ത്രി കണ്ഠരര് രാജുവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT സംഘം ഈ കണ്ടെത്തലിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയാണ്. സ്വർണ്ണപ്പണിക്കാരനെ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ആണിപ്പോൾ പരിശോധന മുന്നോട്ട് നീങ്ങുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. രഘു, ഇപ്പോൾ എങ്ങനെയാണ് പരിശോധന മുന്നോട്ട് പോകുന്നത്? SITക്ക് എന്തെല്ലാം കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്താണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം? അക്ഷയ ഉച്ചയ്ക്ക് 2:50 പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്ത്രിയുടെ മരുമകളെ വീട്ടിലകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് 4 മണിയോടുകൂടി പ്രാദേശികമായിട്ടുള്ളൊരു സ്വർണ്ണപ്പണിക്കാരനെയും വീടിനകത്തേക്ക് കൊണ്ടുപോയത്. നമ്മൾ അനുമാനിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരോട് അകത്തുള്ള ഉദ്യോഗസ്ഥരോട് നമുക്ക് നിലവിൽ ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. നമ്മൾ ഊഹിക്കുന്നത് ഒരുപക്ഷെ പൺപെന്ന് വിവാദമായതാണ്. ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിയുടെ കൈവശമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് പരിശോധിക്കാനാകാം. അല്ലെങ്കിൽ തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആഭരണങ്ങളോ മറ്റോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനിച്ചിട്ടുണ്ടാകാം. അത് പരിശോധിക്കാനാകാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഏതെങ്കിലും സ്വർണത്തിന്റെ തൂക്കവോ മറ്റോ പരിശോധിക്കാനായിരിക്കാം. ഈ 3 സാധ്യതകളാണ് നിലവിൽ ഉള്ളത്. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 2:50 തിരുവനന്തപുരത്ത് നിന്ന് 10-ൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. ചെങ്ങന്നൂർ, വെൺമണി തുടങ്ങി ഈ പരിസരത്തുള്ള മാവേലിക്കര അടക്കമുള്ള സ്റ്റേഷനിലെ പോലീസുകാരുടെ വലിയ അകമ്പടിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. കാരണം ശബരിമല തന്ത്രിയുടെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. വിശ്വാസപരമായ പ്രശ്നമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധവും മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരിക്കാം ഇത്ര വലിയൊരു പോലീസ് സന്നാഹത്തിന്റെ ബന്ദോബസ്തിൽ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിനകത്ത് തന്ത്രിയുടെ അമ്മയും ഭാര്യയും മക്കളും പേരക്കുട്ടികളുമാണ് ഉള്ളത്. ഇവരോടടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വീട്ടിലെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് തന്ത്രി തന്നെ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ എത്തിയത്, ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ തന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂര് താഴമൺ തന്ത്രി കുടുംബത്തിന്റെ വീട്ടിൽ എത്തിയത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.